നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR ഏജൻസികൾക്ക് ഫണ്ട് ചെയ്യുന്നവർ ആരൊക്കെ? കേരള സർക്കാരിൽ നിന്നും PR ഏജൻസികൾക്ക് ₹1 പോലും നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആരാണ് ഫണ്ടിംഗ് ഏജൻസികൾക്ക് പണം നൽകുന്നത്? ഡൽഹി കേന്ദ്രീകരിച്ചാണ് പിണറായിയുടെ PR പ്രവർത്തനമൊക്കെ തന്നെ നടക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഏജൻസികളുടെ ചുക്കാനെന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഏജൻസികളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു പ്രധാന കാര്യം, വെറും പബ്ലിക് റിലേഷൻസ് മാത്രമല്ല പിണറായിക്ക് വേണ്ടി കമ്പനികൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാരുമായുള്ള ലൈസനിങ്ങും ഇത്തരം ഏജൻസികൾ തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു അഭിമുഖത്തിൽ PR ഏജൻസി ഉണ്ടായിരുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരീകരിച്ചത്. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും അതിനായി പണം മുടക്കിയിട്ടില്ല എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്. പണം മുടക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റു ചിലരാണെന്നാണ് ആക്ഷേപം. ആരാധനയുടെ പേരിൽ ആരും വേണ്ടിയും അല്ലെങ്കിൽ ആരും ആർക്കു വേണ്ടിയും പണം മുടക്കില്ല. പണം മുടക്കുന്നത് സർക്കാരല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിമുഖത്തിനിടെ രണ്ടാമത്തെയാൾ എത്തിയിരുന്നതായി പിണറായി പറയുന്നു. അത് PR ഏജൻസിയാണ് എന്ന് അറിയില്ലായിരുന്നു. അഭിമുഖമാണ് എന്ന് നിർബന്ധിച്ചത് സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തോട് വിശദീകരണം തേടിയിട്ടില്ല. അദ്ദേഹം പരിചയമുള്ള ചെറുപ്പക്കാരനാണ്. ഗൾഫ് ദിനപത്രത്തിലെ അഭിമുഖം നൽകിയത് PR ഏജൻസി വഴിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ മാത്രമല്ല ഗൾഫിലും തനിക്ക് PR ഏജൻസി ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്റെ ഒരു അഭിമുഖത്തിൽ ദി ഹിന്ദു പത്രം ആവശ്യപ്പെട്ടതായി പറയുന്നത് ആലപ്പുഴയിലെ CPM നേതാവ് ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ്. ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുന്നത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. ആയിക്കോട്ടെ എന്നും ഞാനും പറഞ്ഞു. ഒറ്റപ്പാലത്തുള്ള ലേഖകയാണ് അഭിമുഖത്തിന് വന്നത്. ഒരുപാട് ചോദ്യം ചോദിച്ചു, മറുപടി പറഞ്ഞു. ഒരു ചോദ്യം PV അൻവറുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത്ര സമയമില്ലാത്തതിനാൽ തന്നെ വിശദമായി പറയേണ്ടതില്ല എന്ന് ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അഭിമുഖം തീർന്നപ്പോൾ വിഷമകരമായ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ മറുപടി നൽകിയെന്ന് നന്ദി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. എന്നാൽ അഭിമുഖം പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങളും വന്നിരുന്നു. ഏതെങ്കിലും ഒരു ജില്ലയോ വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതി എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമല്ല. എന്നിട്ടും എന്റേതായി ഇങ്ങനെ കൊടുത്തുവെന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യവുമാണ്. ഇതിൽ അവരുടെ വിശദീകരണം വന്നിട്ടുമുണ്ട്. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു പൈസയും PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ദേവകുമാറിന്റെ മകനെ രാഷ്ട്രീയമായി അറിയാം. ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നയാളാണ്. അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അഭിമുഖത്തിന് തയ്യാറായി എന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ അവർ തമ്മിലുള്ളതാണ് എന്ന് എനിക്കറിയില്ല എന്നും മുഖ്യമന്ത്രി പറയുകയാണ്. അഭിമുഖത്തിലെ വിവാദമായ ഭാഗം അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. അത് ഹിന്ദു പത്രം വളരെ മാന്യമായി ഖേദം പ്രകടിപ്പിക്കേണ്ടതുമാണ്. ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ അത് ഞാൻ പറഞ്ഞതിന്റെ ഭാഗമായി കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക മാത്രമല്ല ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നുമുണ്ട്. അവർ തമ്മിൽ എന്താണ് നടന്നത് എന്ന് എനിക്ക് പറയാനാകില്ല. ഈ പറയുന്ന എന്തെങ്കിലും ഭാഗം സുബ്രഹ്മണ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി അവിടേക്ക് വന്നിരുന്നു. ലേഖകയുടെ ആളാണെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. പിന്നെയാണ് PR ഏജൻസിയുടെ ആളാണെന്ന് മനസ്സിലായത്. എനിക്ക് അവരെ പരിചയവും ബന്ധവുമില്ല. ഒരു PR ഏജൻസിയുമായി എനിക്ക് ബന്ധവുമില്ല. വിവാദമായ വാർത്താക്കുറിപ്പ് നൽകിയെന്ന് പറയപ്പെടുന്ന ഏജൻസിയുമായി എനിക്കോ സർക്കാരിനോ ബന്ധമില്ല. ഞങ്ങളൊരു ഏജൻസിയെയും ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മാധ്യമങ്ങൾ തമ്മിലുള്ള പേരിന് എന്നെ ഇടനില ആക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദു പത്രത്തിന്റെ മാന്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കില്ലേ? മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്നാണ് ഹിന്ദു പറഞ്ഞത്. ഗൾഫിലുള്ള പലരും ഏജൻസികൾ വഴി എന്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുൻപേ അങ്ങനെയാണ് എടുക്കാറുള്ളത്. അത് പക്ഷേ മലയാളികളുടെ സ്വാധീനം ഉപയോഗിച്ചാണ്. എനിക്ക് ഡാമേജ് ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? ആ മോഹത്തോടെ നിൽക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഡാമേജ് വരുത്താൻ പറ്റുന്ന വ്യക്തിത്വമല്ല എന്റേതെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു PR ഏജൻസിയെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ പറയുന്ന PR ഏജൻസിയെ പറ്റി എനിക്ക് അറിയുകയുമില്ല. ഹിന്ദു മാന്യമായ ഖേദപ്രകടനം നടത്തിയതിനാൽ ദ ഹിന്ദുവിനെതിരെ നിയമ നടപടിക്കുമില്ല. ഈ വിവാദത്തിന് ശേഷവും ഇതുവരെ സുബ്രഹ്മണ്യൻ എന്നെ ബന്ധപ്പെട്ടിട്ടുമില്ല. ഹിന്ദുവിനെതിരെ കേസെടുക്കാൻ എല്ലാവരും വെല്ലുവിളിച്ചെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. കാരണം കേസെടുക്കാൻ ഹിന്ദു പത്രം മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എഴുതി ഒപ്പിട്ട് നൽകിയ രേഖ പ്രസിദ്ധീകരിക്കും. അതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് തങ്ങൾ ഇപ്രകാരം ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് മുഖ്യമന്ത്രിക്കും നന്നായി അറിയാം. വിവാദം തണുപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിനാണ് അദ്ദേഹം മലയാള മാധ്യമങ്ങൾ ഹിന്ദുവിന് എതിരാണെന്ന വിചിത്രവാദം കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപേ PR ഏജൻസികളെ ഉപയോഗിച്ച് മലപ്പുറത്ത് ഇതിനെതിരായ പ്രചാരണത്തിനുള്ള ദുരൂഹ നീക്കം ഡൽഹിയിൽ തുടങ്ങിയ
എന്ന വിവരം പുറത്തുവന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പോലീസിന്റെ സ്വർണ്ണ ഹവാല കള്ളക്കടത്ത് വേട്ട പറയുന്നതിനുള്ള ഒരാഴ്ച മുമ്പേ അതേ കഥ PR ഏജൻസി നൽകിയത് ഇംഗ്ലീഷ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിനാൽ തന്നെ മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ പറഞ്ഞ് ആലോചിച്ചുറപ്പിച്ചാണെന്ന് വ്യക്തവുമാണ്. ഇത്തരം വിവരങ്ങൾ നൽകിയത് ADGP അജിത് കുമാർ ആണ് എന്നാണ് പലരും സംശയിക്കുന്നത്. മലപ്പുറത്തെ സ്വർണ്ണവേട്ടയ്ക്ക് പിന്നിൽ അജിത് കുമാർ ആണെന്നാണ് അറിയപ്പെടുന്നത്. അജിത്തിന്റെ സ്വർണ്ണവേട്ട കാരണമാണ് അൻവർ എതിരായത് എന്നും ഒരു വാദമുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള CPM കേന്ദ്ര നേതാക്കളെയോ MP-മാരെയോ അടുപ്പിക്കാതെയായിരുന്നു ദ ഹിന്ദു അഭിമുഖം വരെയുള്ള നീക്കങ്ങളെന്നും ഉറപ്പായതോടുകൂടി വിവാദത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ ഒറ്റപ്പെടുകയാണ്. മലപ്പുറത്തിനെതിരായ പ്രചാരണത്തിലൂടെ ഒരേ സമയം PV അൻവറിന്റെ വായടപ്പിക്കുമെന്നും CPM-ൽ നിന്ന് നഷ്ടമായ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാമെന്നുമുള്ള PR ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന്റെ ഒരേ കള്ളക്കടത്ത് കഥ 3 തവണയായി മാധ്യമങ്ങളിലെത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ അനുസരണം തന്നെയാണ് ഈ നാടകം നടന്നത്. ഒപ്പം കള്ളക്കഥ പ്രചരിപ്പിക്കുന്നതിലൂടെ BJP-യെ സുഖിപ്പിക്കാമെന്നും കരുതി. അതാണ് ഇപ്പോൾ വിനയായത്. മലപ്പുറത്തെ കള്ളക്കടത്ത് കഥ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമം നടത്തി വൻ പരാജയം ഏറ്റുവാങ്ങി എന്ന പ്രചാരണത്തെ മറികടക്കുവാനും മുസ്ലിങ്ങളല്ലാത്ത വലിയൊരു വിഭാഗത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ. CPM-നും ഇത്തരമൊരു ആലോചന ഉണ്ടായിരുന്നു. ഇതിൽ വ്യക്തമായ രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരള പോലീസ് 150 കിലോ സ്വർണവും 337 കേസുകളിലായി 123 കോടി ഹവാല പണവും പിടികൂടിയ വാർത്തയുമായി ദ ഇക്കണോമിക്സ് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഗോദി മീഡിയ എന്ന ആക്ഷേപം നേരിടുന്ന വാർത്താ ഏജൻസിയുടേതായി സെപ്റ്റംബർ 16-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. വൻതോതിലുള്ള ഈ വേട്ടയോടെ മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉയർന്നുവെന്നും എന്നാൽ കേരളത്തിലെ CPM സർക്കാർ ഇത് നിഷേധിക്കുകയാണെന്നും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു. അന്ന് പ്രസിദ്ധീകരണത്തിന് PR ഏജൻസി നൽകിയ അതേ കുറിപ്പിന്റെ വാചകങ്ങളാണ് സെപ്റ്റംബർ 21-ലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയിലൂടെയും സെപ്റ്റംബർ 30-ന് ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖമായും പുറത്തുവന്നത്. സെപ്റ്റംബർ 16-ലെ വാർത്തയ്ക്കായി PR ഏജൻസി കൈസൻ PR ഏജൻസിയിൽ നിന്നാണ് ഉപകരാർ എടുത്തതെന്നാണോ അതോ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും അതേ വാർത്തയാണ് അഭിമുഖത്തിൽ ചേർക്കാൻ കൈസന് വേണ്ടി CPM മുൻ MLA-യുടെ മകനായ സുബ്രഹ്മണ്യൻ നൽകിയത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഡൽഹിയിലെ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള പാർട്ടി MP-മാരെയോ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയോ ആണ് സമീപിക്കാറുള്ളത്. പലപ്പോഴും അവരുടെ സാന്നിധ്യത്തിലാണ് അഭിമുഖം നടക്കാറുള്ളതും. എന്നാൽ ഈ അഭിമുഖത്തിനായി ഡൽഹിയിലെ CPM വാർത്ത കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ആരാണെന്ന് പോലും അറിയാത്ത PR ഏജൻസി മറ്റൊരു റിപ്പോർട്ടർ വഴിയാണ് ഹിന്ദു ദിനപത്രത്തെ സമീപിച്ചത്. തുടർന്ന് ഹിന്ദു എഡിറ്ററുടെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമ പ്രവർത്തക ഏജൻസികൾ കേരള ഹൌസിലെത്തുന്നത്. സെപ്റ്റംബർ 29-ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഹിന്ദു റിപ്പോർട്ടർ കേരള ഹൌസിലെത്തുമ്പോൾ കൈസൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനീത് ഹാണ്ടയും ഇതേ സ്ഥാപനത്തിൽ ഓഹരി പങ്കാളിത്തമുള്ള റിലയൻസിന്റെ PR സുബ്രഹ്മണ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് വിവാദ പരാമർശം നൽകാൻ സുബ്രഹ്മണ്യൻ ഹിന്ദുവിന് നൽകിയപ്പോൾ അവരത് പ്രസിദ്ധീകരിച്ചത്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് ഹിന്ദു കരുതി. ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ നിരവധി മുതലാളിമാരുണ്ട്. അവരാണ് മുഖ്യമന്ത്രിയുടെ PR-ന് ഫണ്ടിംഗ് നടത്തുന്നത് എന്ന ആരോപണമുണ്ട്. മുമ്പൊരു ആരോഗ്യമന്ത്രിക്കും ഇതുപോലെ ഡൽഹി കേന്ദ്രീകരിച്ച PR ഏജൻസികൾ ഉണ്ട് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിൽ പുസ്തകം രചിക്കുകയും അവാർഡുകൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഈ സംവിധാനമാണ് മുഖ്യമന്ത്രിയും പരീക്ഷിച്ചത്. അതിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് തെറ്റുപറയുക എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ്. കേന്ദ്ര സർക്കാരിലും ഇത്തരം നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം ഫണ്ടിംഗ് നടത്തുന്നത് പുറം കരാറുകാരാണ് എന്നതും സത്യമാണ്.